ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പം നമുക്കിന്ന് ചക്ക കട്ട് ചെയ്യുന്ന വീഡിയോ നോക്കിയാലോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള പ്ലാവിലുള്ള ചക്ക തന്നെ കേട്ടോ. ചക്ക കയ്യെത്തുന്ന ദൂരത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അടക്കാനായിട്ട് എളുപ്പമായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക ഒന്ന് മുറിച്ചെടുക്കാം, വറ്റലിടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ചക്ക ഞാൻ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ ചക്ക മുറിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ചക്കയ്ക്ക് ഇടിയൊക്കെ കൊടുത്തിട്ട് ചക്കയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചക്ക ഒന്ന് ചെറിയ പീസായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കറ ഉണ്ടായിരുന്നു ചക്കയ്ക്ക്, കണ്ടില്ലേ, നല്ല ചക്ക വളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ചുളയൊക്കെ. അപ്പോൾ നമുക്കിത് കൂഴൻ ചക്കയാണ് കേട്ടോ. വരിക്ക ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് പഴുപ്പിച്ച് കഴിക്കാനായിട്ട് നന്നായിരിക്കും. കൂഴൻ ചക്ക അത്ര കൊള്ളായിരിക്കും, പക്ഷേ നമുക്ക് വറ്റലിടാനായിട്ടാണ് കൂടുതൽ എടുക്കാറുള്ളത് കേട്ടോ. വറ്റലിടാനും അവിയലൊക്കെ വയ്ക്കാനായിട്ടൊക്കെ ഞങ്ങൾ എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ധാരക്കൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക ഒരു പീസോടെ ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരു പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചക്ക വെട്ടിയപ്പോൾ തന്നെ ഇതാ രണ്ട് സൈഡിലായിട്ട് വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ചക്ക ചുളയ്ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇനി ചക്ക ചുള ഇനി കൊടുക്ക് നേരെ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് നിൽക്കും. ഇനി പാവലെന്നിട്ട് ചക്ക കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോൾ അറിയാത്തല്ല ദൂരെ നോക്കിയിട്ട് നിൽക്കുകയാണ്. എന്താ ചക്ക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് നിൽക്കുകയാണ് ചക്കയ്ക്ക്. അപ്പോൾ ഇനി മോക്കും ഇനി ഒരാൾ കൊടുത്തിട്ട് ഒരാൾ കൊടുത്തില്ലെങ്കിൽ ഇനി ഒരാൾ വേണമെങ്കിലേ, അപ്പോൾ ഇനി അവൾക്ക് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചക്ക കൊടുത്തിട്ട് കൊള്ളാൻ നമ്മളെ നീട്ടപ്പം ചക്ക എന്നിട്ട് ആടിയിട്ടൊക്കെ ഡാൻസ് കളിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചക്കരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ തേച്ചിട്ട് അതിലേക്ക് എണ്ണ തേച്ചിട്ട് നമ്മുടെ ചക്ക മുറിക്കാം. ചക്കയുടെ തണ്ടൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. ചക്കയുടെ എണ്ണ കയ്യിൽ തേച്ചിട്ട് പിച്ചാത്തി പിടിച്ചപ്പോൾ നിൽക്കുന്നില്ല കേട്ടോ. കയ്യിൽ നിന്ന് ചെറുകി പോകുന്നു. എന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വില പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്തപ്പോൾ ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ചക്ക ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് എൻ്റെ ചോളയൊക്കെ ഒന്ന് പറിച്ച് തനിയെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മക്കളായിട്ടാണ് ചക്ക ചോളയൊക്കെ ഒന്ന് പറിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചക്ക വറ്റലിടാനായിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇളക്കിയപ്പം പറഞ്ഞ്, അപ്പോൾ അമ്മയെ ഞാനും കൂടെ ഇളക്കി തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ചക്കയൊക്കെ ഇളക്കി തരാനായിട്ട്. നല്ല നീറ്റായിട്ട് ഒന്ന് ഇളക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ പൂഞ്ച് ഇതൊക്കെ കളഞ്ഞിട്ട് നല്ല നീറ്റായിട്ട് ഒന്ന് ചക്കച്ചുളയൊക്കെ ഇളക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചക്കച്ചുള അവർ ഇളക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ അരിയാന്ന് വിചാരിച്ചു. അപ്പം ഇത് ചക്ക നല്ല നൈസായിട്ട് ചക്കച്ചുളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചക്കച്ചുള ഇത് ഇടാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. കട്ടിയായി കഴിഞ്ഞാൽ കുറച്ച് വെന്ത് കിട്ടും, കുറച്ച് നല്ല ഇങ്ങനെ വേഗത്തില്ല കേട്ടോ, ഒരുമാതിരി കിടക്കും.